അവരും പറഞ്ഞു ഇനി ഒരു സ്ത്രീയും ഈ വീട്ടിൽ കയറില്ല, ഇന്റെ പ്രോമിസാന്നൊക്കെ പറഞ്ഞിട്ട് പലരും പറഞ്ഞായിരുന്നു അവരുടെ വീട്ടിൽ നിന്ന്. കുറെ കാലമായി അവൻ പല പെണ്ണുങ്ങളായിട്ട് നടക്കണു. ഞാനെന്താ പൊട്ടനോ നേന പൊട്ടന എന്ന് പറഞ്ഞിട്ട് നാട്ടുകാരെ മൊത്തം പൊട്ടന്മാരാക്കിയല്ലോ ചേട്ടായി എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്തുവാ ഞാൻ ഈ കേൾക്കുന്നേ? ഈ കഥകളൊക്കെ കേട്ട് കേട്ട് ഞാനിങ്ങനെ കോരിധരിച്ചിരിക്കുക. നിങ്ങൾ ഇത്രയും വലിയ സംഭവമായിരുന്ന അപ്പൊ എല്ലാവർക്കും നമസ്കാരം. എലിസബത്ത് രംഗത്ത് വന്നിട്ടുണ്ട്. എലിസബത്ത് വന്നിട്ട് കുറെ അധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. ഏതാണ്ട് 1 മണിക്കൂറോളം എലിസബത്ത് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ തന്നെയാണ് വെളിപ്പെടുത്തുന്നത്. അതിൽ നിന്ന് കുറച്ച് വെളിപ്പെടുത്തലുകൾ ഞാൻ ഇവിടെ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. അതുപോലെ കുറച്ചധികം കാര്യങ്ങൾ എലിസബത്തുമായി റിലേറ്റ് ചെയ്തിട്ട് എനിക്കും പറയാനുണ്ട്. എനിക്കറിയാവുന്ന ഞാനും പറയണ്ടേ. എന്തായാലും നമുക്ക് ആദ്യം ഒന്ന് കേട്ടു നോക്കാം. മാരീഡ് ആയിരുന്നെങ്കിൽ അവരെങ്ങനെ അടുത്ത ആളിനെ കല്യാണം കഴിക്കും? ലീഗലി ഡിവോഴ്സ് വേണ്ടേ? അതാണ് ഞങ്ങൾ ലീഗലി ഡിവോഴ്സ് ആയിട്ടില്ല, ഞങ്ങള് മ്യൂച്വലി കൺസെന്റിൽ പിരിഞ്ഞിട്ടില്ല, വേറൊരു പെണ്ണിനെ വീട്ടിൽ കയറ്റിയപ്പോ ഞാൻ ഇറങ്ങിപ്പോയതാണ്. ഇത്ര ആൾക്കാരുടെ മുന്നില് ഒക്കെ പറഞ്ഞിട്ട് എല്ലാവരെയും അപ്പൊ വിഡ്ഢികളാക്കുമായിരുന്നോ? ഇവിടെ എലിസബത്ത് പറയുന്ന കാര്യം എന്താണെന്ന് മനസ്സിലായോ? ചേട്ടായിയുടെ ഫാൻസുകാർക്ക് മനസ്സിലായിട്ടുണ്ടാവുമോ? എന്തോ ഞാൻ മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി പറഞ്ഞു തരാം. അതായത് നമ്മുടെ ചേട്ടായി ലീഗലി എലിസബത്തിനെ ഡിവോഴ്സ് ചെയ്തിട്ടില്ല. അതുപോലെ ഇപ്പോ ഉള്ള വ്യക്തിയെ കല്യാണം കഴിച്ചിട്ടുമില്ല. എന്തുവാടേ കേൾക്കുന്നത്? വലിയ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ എടുത്ത് നടത്തി ഇപ്പൊ കുക്കറി ഷോ ആയിട്ടൊക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. പക്ഷെ ആള് കാണിച്ചു വെച്ചിട്ടുള്ള ഉടായ്പകളൊന്നും ഒരു രക്ഷയില്ലാത്ത സാധനമാണ് മക്കളെ. ഒരു രക്ഷയില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. വേറെ ലെവൽ ഐറ്റംസ് ആണ്. എലിസബത്ത് പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ കിളി പറന്നു പോകും. അമൃതയായാലും എലിസബത്ത് ആയാലും അനുഭവിച്ചിട്ടുള്ളതിന് കൈയും കണക്കില്ലടേ. അത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് എന്റെ അണ്ണ നിങ്ങൾ പൊട്ടണ എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരെല്ലാം പൊട്ടന്മാരാക്കിയില്ലേ, അത് ഞാൻ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്ത് തരത്തില്ല. എന്തായാലും അണ്ണനെ കുറിച്ചിട്ട് എലിസബത്ത് പറയുന്നത് കേട്ടു നോക്കാം. ഇന്ന വീട്ടിയാക്കിയത് പോട്ടെ, നമ്മള് പൊട്ടത്തി അല്ലെങ്കിൽ ലൂസ് കേസ് എന്നൊക്കെയാണ് എല്ലാവരോടും പറയണേ. പക്ഷെ ഇത്ര ആൾക്കാരുടെ മുന്നിലൊക്കെ നടത്തിയിട്ട് ഫംഗ്ഷനും ഇതൊക്കെ നടത്തി ഞാനത് കല്യാണമെന്ന് വിചാരിച്ചു. എന്നോട് അത് കല്യാണമെന്നാ പറഞ്ഞ്. പിന്നെ രജിസ്റ്റർ ചെയ്യേണ്ട കാര്യം അതെല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് ഇവരും പറഞ്ഞായിരുന്നു ഞാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ ഈ മീഡിയയിലുള്ള ആള്. എനിക്കറിയാം ഇയാളുടെ ഹൊറോസ്കോപ്പ് ഇങ്ങനെ ഇപ്പൊ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ ഇവരൊക്കെ ഭയങ്കര വലിയ കുടുംബമാണ്, ഇവരൊന്നും ചതിക്കില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അമ്മ പറയുന്നുണ്ട്, ഞാൻ സ്നേഹിച്ച ആള് പറയുന്നുണ്ട്, ഇങ്ങനെ വലിയ വലിയ പൊസിഷനുള്ള ആളുകൾ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? അതെ, ഹീസ് എ വിക്ടിം ഓഫ് മാരിറ്റൽ അബ്യൂസ്. എന്നോടും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കല്യാണം കഴിച്ചത്. കാരണം മുമ്പുള്ള ആള് പുള്ളിക്കാരനെ പോയ്സൺ കൊടുത്ത് കൊല്ലാൻ നോക്കി, അതുപോലെ തന്നെ പല മോശമായിട്ടുള്ള കണ്ടീഷനിൽ കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരു ഹോസ്പിറ്റലിലത്തെ ഡോക്ടറിനെ കൊണ്ട് എന്നെ കൊണ്ട് സംസാരിപ്പിച്ചു. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് പുള്ളിയുടെ ജീവിതത്തിൽ, സത്യമാണ്. 2 ഒരു കസ്റ്റംസ് ഓഫീസറാണോ അത് വേറെന്തോ ഓഫീസറാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് അയാളുടെ മോൻ കണ്ടാൽ നന്നായിട്ട് തിരിച്ചറിയും. പേര് ഞാൻ വേണമെങ്കിൽ ഒന്ന് ഓർത്തെടുത്താൽ കിട്ടും. അപ്പോൾ ആ പുള്ളി വന്നിട്ട് പറഞ്ഞു, ഇതുപോലെ ഞാനും ഇവനും കൂടി വന്നപ്പോഴാണ് ഇങ്ങനെ മോശമായ സാഹചര്യത്തിൽ കണ്ടത്. അപ്പൊ ഞാനും വിചാരിച്ചു ഇത്രയൊക്കെ വലിയ ആൾക്കാര് നമുക്ക് ഒരാൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പറയണ്ടെങ്കിൽ സത്യമായിരിക്കുന്നു ഞാൻ അന്ന് വിചാരിച്ചു. എന്നാലും അണ്ണന്റെ അഭീത ബന്ധങ്ങളും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. കൊള്ളാം, നല്ലതാ. കേട്ടുകൊണ്ടിരുന്നപ്പോ തന്നെ സത്യം പറഞ്ഞ കിളികളൊക്കെ 4 സൈഡിൽ കൂടി പറക്കുവാണ്. എന്തുവാ അണ്ണ എല്ലാരും പറ്റിച്ച് അടക്കുമായിരുന്നല്ല. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇൻഷുറൻസിൽ തന്നെ തേപ്പ് കാണിച്ചു കോടതിയിൽ തന്നെ കബളിപ്പിച്ചിരിക്കുന്ന അണ്ണൻ. ആ അണ്ണനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇപ്പോഴും ആൾക്കാർ കിടന്ന് മെഴുകുന്നുണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വേറൊന്നുമില്ല, പാപ്പു അന്ന് പൈസ ഉണ്ടല്ലോ എന്നല്ലേ പറഞ്ഞെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അണ്ണന്റെ ഫാൻസ് അല്ലെങ്കിൽ അണ്ണന്റെ PR വർക്ക് ടീമുകൾ അവിടെ കിടന്ന് ഘോര പ്രസംഗിക്കുന്നുണ്ട്. ഞാനൊരു കാര്യം പറയാം, പാപ്പു വേണ്ടെന്ന് പറഞ്ഞത് ഗതിയിട്ടുണ്ടാ. ഗതി അതും പറഞ്ഞ 2024 അണ്ണൻ പിൻവലിച്ച 2022 ഇപ്പൊ തന്നെ ഇതൊക്കെ കേൾക്കുമ്പോ തന്നെ അണ്ണന് സ്വന്തം മകളോട് എത്രത്തോളം സ്നേഹമുണ്ടെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും മനസ്സിലാവുന്നുണ്ടെന്ന അണ്ണന് തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കയറിന്റെ കുഴപ്പമാണ്. എന്തായാലും ബാക്കി അപ്പൊ പുരിയല്ല ഇപ്പൊ പുരിയത്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. മാരിറ്റൽ അബ്യൂസ്, ഹീസ് എ വിക്ടിം ഓഫ് മാരിറ്റൽ അബ്യൂസ്. നിങ്ങൾ അർത്ഥറിഞ്ഞിട്ടാണോ ഇതൊക്കെ പറയണേ? അടിപൊളി. പിന്നെ ഈ ഒരിക്കലൊന്നും പറയാപ്പോ വയ്യ, ടു മച്ച് ആ നടന്ന കാര്യം. എനിക്ക് ടൈം കിട്ടുമ്പോൾ അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതെന്തായാലും ഇതൊന്നും കേസാവാൻ പോണില്ല എന്നുള്ളത് എനിക്കിപ്പോ ഒരു ഉദ്ദേശം മനസ്സിലായി. അതുപോലെ തന്നെ ആരും സഹായിക്കാനുണ്ടാവില്ല എന്നും മനസ്സിലായി.
ഉം? അതുള്ള കാര്യം കേട്ടോ. ആരും സഹായിക്കാനും കാണത്തില്ല, ഇതൊന്നും കേസ് ആവാനും പോകത്തില്ല. പ്രത്യേകിച്ച് അത്രയും പിടിപാടും കേസും ഒക്കെ ഉള്ള ടീംസിനെ നമുക്ക് പെട്ടെന്ന് കോർക്കാനും പറ്റത്തില്ല. പിന്നെ അണി റോസൊക്കെ കട്ടക്ക് നിന്നതുകൊണ്ടാണ് ബോച്ച വീണത് എന്നതാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷെ ഇവിടെ ഈ കേസിൽ എലിസബത്തും അമൃതയൊക്കെ കട്ടക്ക് നിന്നാലും നമ്മുടെ അണ്ണാവക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അണ്ണാവ ഇപ്പോഴും കട്ടക്ക് അങ്ങ് നിൽക്കും. അണ്ണ ഒന്നും അറിഞ്ഞൂടാത്തോലെ അങ്ങ് നിൽക്കും. നമ്മുടെ ഇൻഷുറൻസിന്റെ കേസ് റിപ്പോർട്ടർ TV വിളിച്ചു ചോദിച്ച സമയത്ത് എനിക്കൊന്നും അറിഞ്ഞൂടാ, അതിനുള്ള ഉത്തരമല്ല അണ്ണൻ പറഞ്ഞത്. സ്വർണ്ണ ചോദ്യം ചോദിച്ചപ്പോഴും അണ്ണ വേറെ എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞത്. അതുകൊണ്ട് അണ്ണ ഉരുണ്ട് കളിക്കാൻ ബെസ്റ്റ്, നല്ല ഒന്നാം തരം ഉരുണ്ടുകളി വീരനാ. എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ, ഈവൻ എന്നെ ജയിലിൽ കൊണ്ടുപോയിട്ടാൽ പോലും എനിക്ക് സമാധാനമുണ്ട്. എന്തെങ്കിലും ഇവര് ഞാൻ പറഞ്ഞത് കാണുന്നുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം, എന്തെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യണ്ടല്ലോ. അപ്പൊ ബാക്കിയുള്ളവരുടെയൊക്കെ സ്ഥിതി എന്തായിരിക്കും എന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഇങ്ങനെ പേടിപ്പിച്ചിട്ടൊക്കെ നിർത്തുന്ന ആൾക്കാര്, പാവപ്പെട്ട സ്ത്രീകള്. ഞാനും പാവാട്ടോ, ഞാനും അത്ര വലിയ ഭയങ്കരമൊന്നുമല്ല. ബട്ട് എനിക്കിപ്പോ ജീവിക്കാൻ പ്രശ്നമൊന്നുമില്ല. കുറച്ച് ഡിപ്രഷൻ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ പാരൻസും ഉണ്ട്. സോ അതുപോലെ തന്നെ ആരും ഇല്ലെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള പ്രത്യേകിച്ച് കുഴപ്പങ്ങളും ഇല്ല. പക്ഷെ ഇതൊന്നും ഇല്ലാത്ത ആൾക്കാര് എങ്ങനെ നിങ്ങളെ സഹായിക്കും? ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ഒരു കാര്യം, ലീഗലി എലിസബത്തിനെ ഡിവോഴ്സ് ചെയ്തിട്ടില്ലെന്നാണ് എലിസബത്ത് പറയാതെ പറഞ്ഞു വയ്ക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഉള്ള ആളെ ലീഗലി കല്യാണം കഴിച്ചിട്ടില്ലെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ മൊത്തത്തിൽ അടപടലം തേഞ്ഞിട്ടിയ അവസ്ഥയാണല്ലോ. എന്താ സത്യത്തിൽ സംഭവിക്കുന്നേ? ഒരാളും 3-4 ഭാര്യയും. സൂപ്പർ, നല്ല അടിപൊളി ജീവിതമാണ്. ഇതൊക്കെ എവിടെയാ? സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളതാണ്, ഇപ്പം ജീവിതത്തിൽ കാണുന്നുണ്ട്. എന്തായാലും ഓരോ ലേഡീസും, അമൃതയായാലും എലിസബത്ത് ആയാലും അനുഭവിച്ചത് അറ്റ് ദ പീക്ക് ലെവലാണ്. പീക്ക് ലെവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവലിലാണ് അവർ അനുഭവിച്ച് കൂട്ടിയിട്ടുള്ളത്. ഇങ്ങേരെ നല്ലോണം നോക്കിയതിനും അങ്ങേര് കൊടുത്തിട്ടുള്ള തിരിച്ചുള്ള സമ്മാനമായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒന്നും പറയാനില്ല. അതെനിക്ക് ഭയങ്കര ഡൗട്ടാ. ഞാൻ ഇങ്ങനെ വായ കീറിയിട്ട് നടന്നതൊക്കെ ഒരു നാണക്കേടില്ലാണ്ട് പറയുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടാവണ കോൺസിക്വൻസസ്, ഈവൻ ഇന്ന ഡ്രസ്സില്ലാത്ത ചിത്രം പോലും പുള്ളി ചിലപ്പോ പുറത്തു വിടും. അതുപോലെ തന്നെ പലതരത്തിലുള്ള വീഡിയോ പറയും. ഇങ്ങനെ ആള് വിഷം കൊടുത്തു എന്നൊക്കെ മുമ്പത്തെ ആൾക്കാരെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ള സ്ഥിതിക്ക് ഓക്കെ, മരുന്ന് കൊടുത്തിട്ട് തെറ്റിച്ചു എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. കുറച്ച് കുറവാ, അത്രയ്ക്ക് തെറ്റ് പറഞ്ഞിട്ടില്ല. എന്തോ നോക്കിയതിന്റെ ഇത്തിരി സ്നേഹം, അല്ലെങ്കിൽ ലൂസ് മോഷനൊക്കെ കഴിയേണ്ട ഇത്തിരി സ്നേഹമായിരിക്കും അതെന്ന് വിചാരിക്കണം. അത് മരുന്നിൽ ഒതുക്കിയത്. അണ്ണമ്മന്റെ ലിവറിന്റെ സർജറി കഴിഞ്ഞ സമയത്ത് അണ്ണനെ മൂത്രവും മലമൊക്കെ ആയിട്ട് ബ്ലഡി കിടന്ന സമയത്ത് നല്ലോണം നോക്കി. ചിലപ്പോ അതിന്റെ സമ്മാനമായിട്ട് ഇവരുടെ നഗ്ന ഫോട്ടോയൊക്കെ പുറത്തുവിടാനുള്ള ചാൻസ് കൂടുതലാണെന്നാണ് പറയുന്നത്. പറയാൻ പറ്റത്തില്ല. നോക്കിയതിനുള്ള സമ്മാനം ചിലപ്പോ തിരിച്ചു കൊടുത്താലോ, പറയാൻ പറ്റത്തില്ലേ. ഏത് അത് പിന്നെന്താ, ആരേനെ പറ്റി പറഞ്ഞ എന്തൊക്കെ ചെയ്യുന്നൊക്കെ ആരൊക്കെ പറഞ്ഞായിരുന്നു, ഞാൻ കണ്ടായിരുന്നു അത്. Oh my god, അടുത്ത interesting comment. He is alive today because of his donor, doctors who did the surgery, his family members who made critical decision about his surgery, oh my god, and treatment, his wife, and God's grace. If Elizabeth did something beneficial for him, she would have mentioned. Actually mention ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ചിലപ്പോൾ ഈ ചേച്ചി കണ്ടിട്ടുണ്ടായിരിക്കില്ല. Neither Elizabeth is talking about their past relationship because they ended it mutually. എൻ്റെ അറിവിൽ ഞാൻ മ്യൂച്വലി ആരായിട്ടും ഞാൻ എൻ്റെ റിലേഷൻഷിപ്പ് എൻഡ് ചെയ്തിട്ടില്ല. പേടിച്ചിട്ട് മിണ്ടാണ്ടിരുന്നുണ്ട്, ഇത്ര കാലം പേടിച്ചിട്ട് മിണ്ടാണ്ടിരുന്നുണ്ട്. പക്ഷെ ഇത്ര വൃത്തികെട്ടൊക്കെ കമന്റ് ഇത്ര കാലമായിട്ട് നിർത്തിയിട്ടില്ല എന്ന് കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റാണ്ട് ഇതൊക്കെ ഇടുന്നതാ, ശരിക്കും സഹിക്കാൻ പറ്റാണ്ടിരുന്നതാ. Don't pull Elizabeth unnecessarily and spoil her name. Oh my god, ഇത്ര സ്നേഹം എൻ്റെ നെയിം സ്പോയിൽ ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. ഇഫ് യു കെയർ ഫോർ എലിസബത്ത് ജസ്റ്റ് കീപ് യുവർ മൗത്ത് ഷട്ട് ആൻഡ് ലെറ്റ് ഹെർ ലിവ് ഹെർ ലൈഫ്. ഞാൻ ലിവ് ചെയ്യുന്ന ലൈഫ് ഭയങ്കര ലൈഫാട്ടോ. ഇപ്പോൾ നിങ്ങളൊക്കെ തന്ന ലൈഫ് ഭയങ്കര അടിപൊളിയാണ്. പിന്നെ ഈ കമന്റില് ഡോക്ടേഴ്സ് ഹു ഡിഡ് ദി സർജറി പറയാൻ പറ്റില്ല. ഭയങ്കര നന്ദിയുണ്ട്. സുധീന്ദ്രൻ സാറ് ഒരു രക്ഷയില്ല. അത് മാത്രമല്ല, ഒരു ഡോക്ടറിന്റെ പേരിക്ക് ഓർമ്മയില്ല, പക്ഷെ ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ള മനുഷ്യനായിരുന്നു. പക്ഷെ അവരൊക്കെ ഇന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല, പക്ഷെ അവരൊക്കെ അടിപൊളിയായിരുന്നു, വലിയ ആൾക്കാരാണ്. ഐ എം ഫാൻ. പിന്നെ ഡോണറിന്റെ കേസ് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ. നമ്മുടെ അണ്ണാവക്ക് സർജറി സമയത്ത്
ഡോണറിന്റെ കേസൊക്കെ എലിസബത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് ഞാൻ ഇനി വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. വേറെ ഒന്നുമല്ല, ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്ന സമയത്ത് പൈസ എന്തോ കൊടുത്തു വാങ്ങുന്നത് തെറ്റാണ്. അത് നിയമപരമായി തെറ്റാണെന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ഞാൻ അതിലോട്ടും പോകുന്നില്ല. കരിവാരി തേക്കുന്നതിന്റെ കൂട്ടത്ത് വീണ്ടും വീണ്ടും തേക്കാൻ ആഗ്രഹിക്കുന്നില്ല. പ്രത്യേകിച്ച് എലിസബത്ത് ഒക്കെ അനുഭവിച്ചിട്ടുള്ള ഒരു മെന്റൽ ട്രോമ എന്ന് തന്നെ പറയാൻ പറ്റും. അതിഭീകരമാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അവർക്ക് വാ തുറന്നൊന്നും സംസാരിക്കാനോ പ്രതികരിക്കാനോ പറ്റാത്ത സിറ്റുവേഷൻ, പ്രതികരിച്ചു കഴിഞ്ഞാൽ അണ്ണാവെ പേടി, അതെല്ലാം ഒരു മാനസിക അവസ്ഥയാണ്, ഒരു വല്ലാത്ത അവസ്ഥയാണെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എല്ലാം ഉള്ളിലൊതുക്കി നാട്ടുകാരുടെ വായിരിക്കണം മൊത്തം കേട്ട് അവർ മുന്നോട്ട് ഇങ്ങനെ എന്തിനോ വേണ്ടി ജീവിച്ചു പോകുന്നത് പോലെ പോകുന്നത് അത്ര ഫെയർ ആയിട്ടുള്ള ഒരു കാര്യമില്ല. സപ്പോർട്ടിന് ആരുമില്ല, കൂടെ നിൽക്കാൻ ആരുമില്ല, ഒന്നിനും ആരുമില്ല. ഉള്ള ജനങ്ങളെ മൊത്തം അവരെ തന്നെ പള്ളുവിളി. അതൊക്കെ കാണുമ്പം മാനസികമായിട്ട് അവര് കുറെ തളർന്നു പോകും. ഡിപ്രഷൻ എന്ന് പറയുന്ന അവസ്ഥയിലോട്ട് പോകും. അല്ല, സത്യം ഒരു ദിവസം എല്ലാം ചവിട്ടി പൊളിച്ച് പുറത്ത് വന്ന് ജയിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അണ്ണാവെ പൊക്കി അടിച്ചുകൊണ്ടിരിക്കുന്ന ടീംസിന് ഒരു ദിവസം ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം മനസ്സിലാവും. അതുപോലെ തന്നെ അണ്ണന്റെ PR വർക്ക് ടീംസ് നല്ലപോലെ പണിയെടുക്കുന്നുണ്ട്. വാങ്ങുന്ന പൈസക്ക് നല്ലോണം പണിയെടുക്കുന്നുണ്ട്. ഇങ്ങനത്തെ നാറികൾക്കും വേണ്ടിയിട്ട് പൈസ വാങ്ങി പണിയെടുക്കുന്നു എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ബാക്കി കേൾക്കാം. ഇല്ലാത്ത ആള് വന്നതാണ്. പക്ഷെ അതിൽ വേറെയും കുറേ കളികളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ പിന്നെ പറയാം. ഓൾറെഡി വീഡിയോ വലിയ വീഡിയോ ഒക്കെ, ഞാൻ ഇത്ര വലിയ വീഡിയോ ഒന്നും ഇടാറില്ല. അതിൻ്റെ കളി കുറച്ച് സ്പെഷ്യൽ ലൂപ്പുകളാണ്. അത് ഞാൻ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ. എന്തായാലും ഇതിപ്പം പ്രത്യേകിച്ച് ഇതിനിപ്പോൾ ഒരു ഉത്തരമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ലല്ലോ. അപ്പോൾ അത് പിന്നെ പറയാം. പിന്നെ ഹിസ് ഫാമിലി മെമ്പേഴ്സ് ഹു മെയ്ഡ് ക്രിട്ടിക്കൽ ഡിസിഷൻ. ഇങ്ങേര് ഈ കോമയിലേക്ക് പോവുക, പാരലൈസ്ഡ് ആവുക, ഇയാളിനെ വെന്റിലേറ്ററിലാക്കുക, അതുപോലത്തെ ഡിസിഷനിലൊക്കെ ഇവരുടെ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. അവിടെ ഞാനുണ്ടായിരുന്നു, പുള്ളിയുടെ ഒരു അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു. രാത്രി 5 മണിക്കാണ് പുള്ളീനെ ICUലേക്ക് ഷിഫ്റ്റ് ചെയ്യണം, വീണ്ടും ബ്ലീഡിങ് ആയിട്ട്. INR ക്രിട്ടിക്കല്. പുള്ളി ഭയങ്കര അക്രമമായിരുന്നു. ടെൻഷൻ അടിച്ച് ചത്തു എന്ന് പറയാം. അതൊക്കെ ഇപ്പോൾ വെറുതെ അല്ല, വേറെ ആൾക്കാരായിരുന്നല്ലോ അവിടെ. പിന്നെ അവരുടെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു. അപ്പോൾ അവർ അപ്പം തന്നെ ബുക്ക് ചെയ്തിട്ട്, എന്തിനാ വന്നതെന്ന് എനിക്കറിയില്ല, വന്നിട്ട് സർജറിയുടെ സമയത്ത് പുള്ളിയുടെ ബ്രദറും അതുപോലെ തന്നെ ചേച്ചി എത്തി. എന്നിട്ട് അവർ നെക്സ്റ്റ് ഡേ തന്നെ അവർ പോവുകയും ചെയ്തു. അപ്പോൾ ഇന്നെ ഒരു പണിക്കാരി പോലെയാണോ കണ്ടിരുന്നത്? ജസ്റ്റ് ഈ കാര്യങ്ങളൊക്കെ തീട്ടും മൂത്രമൊക്കെ കഴുകുക, അത് കഴിഞ്ഞിട്ട് പോയിട്ട് നിങ്ങൾ പോയി പണി നോക്കിക്കോ, എൻ്റെ ക്രെഡിറ്റൊക്കെ എൻ്റെ ആൾക്കാണ്. അതായിരുന്നു നിങ്ങളുടെ ഒരു മെൻറ്റാലിറ്റി. എന്നാൽ മിനിമം ആ ചെയ്ത കൂലിക്ക് നമുക്ക് ഒന്ന് കാശൊക്കെ തരേണ്ടത്. സീരിയസ്ലി, നമ്മളൊരു പണിക്ക് നിൽക്കുമ്പോൾ നിങ്ങൾ ഭാര്യയല്ല എന്ന് പറയണു, പിന്നെ എന്തിൻ്റെ കേടിനെ ഞാൻ നിങ്ങളുടെ ഈ മോഷനൊക്കെ കഴുകുക, അതുപോലെ തന്നെ രാത്രി ഉറങ്ങാണ്ടിരുന്നിട്ട് നിങ്ങളുടെ ഡ്രിപ്പ് തീരുമെന്ന് നോക്കുക, നിങ്ങളുടെ അത് കഴുകുക, ഇത് കഴുകുക, നിങ്ങളുടെ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുക. അവരും പറഞ്ഞു ഇനി ഒരു സ്ത്രീയും ഈ വീട്ടിൽ കയറില്ല, ഇന്റെ പ്രോമിസാന്നൊക്കെ പറഞ്ഞിട്ട് പലരും പറഞ്ഞായിരുന്നു അവരുടെ വീട്ടിൽ നിന്ന്. കുറെ കാലമാവാൻ പല പെണ്ണുങ്ങളായിട്ട് നടക്കണു. ഇനി എലിസബത്തിന് ഞങ്ങൾക്ക് വിശ്വാസമാണ്, ഇനി വേറൊരു പെണ്ണും കയറില്ല എന്നുള്ളത് ഞങ്ങളുടെ ഉറപ്പാന്ന് അവരെനിക്ക് ഒന്നും കൂടി ഉറപ്പ് തന്നിട്ടൊക്കെ പോയത്. പക്ഷെ പുള്ളിയുടെ ഹെൽത്ത് റെഡി ആയപ്പോൾ ആർക്കും ആ വാക്കും ഇല്ല, ആൾക്കാരനെ കാണുന്നുമില്ല. പിന്നെ ബ്ലോക്ക് ചെയ്തിട്ട് അവർ പോയി. ഭാര്യ അല്ലെന്നല്ലേ പറയുന്നത്. ആ സ്ഥിതിക്ക് ആ ചെയ്ത കാര്യങ്ങൾക്കുള്ള കൂലിയെങ്കിലും കൊടുക്ക്. അണ്ണാ കേട്ടാ, അതെങ്കിലും കൊടുക്ക്. ആ കൂലിയെങ്കിലും വാങ്ങിച്ചോണ്ട് അവർ പോട്ടെ. കാരണം അമ്മാതിരി പട്ടിപ്പണി എടുത്താണ്. നിങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളുടെ കൂടെ നിന്നിട്ട് നിങ്ങളുടെ A to Z കാര്യങ്ങൾ നോക്കിയിട്ട് അണ്ണന് പിന്നെ എണീറ്റ് കിടന്നപ്പം വേണ്ട. ഇതാണ് അവസ്ഥ. എന്തായാലും വല്ലാത്തൊരവസ്ഥ. ഏതാണ്ട് 1 മണിക്കൂറിന് മേലുള്ള ആ വീഡിയോ ഉണ്ട് എലിസബത്ത് ഇട്ടിട്ടുള്ള. സത്യം പറഞ്ഞാൽ എനിക്ക് മൊത്തം കേട്ടിരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടായിട്ടില്ല. എനിക്ക് വയ്യ. അവര് പറയുന്നത് കേൾക്കുമ്പോൾ പാവം തോന്നുന്നു. അവര് കടന്നുപോയ ആ ഒരു സിറ്റുവേഷൻ മൊത്തമൊക്കെ കേട്ടിരുന്ന് കഴിഞ്ഞാൽ സങ്കടം വരും. ആരായാലും കരഞ്ഞുകൂടെ? സത്യം ഉള്ള കാര്യം പറയാം. ഇതൊക്കെ കണ്ടിട്ടും ഇപ്പോഴും അണ്ണാവെ ഉയരെന്ന് പറഞ്ഞ എന്റെ PR വർക്കും ചെയ്തുകൊണ്ട് നടക്കുന്ന നാളുകളടുത്താണ് എനിക്ക് പറയാനുള്ളത്. ചിന്തിക്കണേ ഉളുപ്പില്ലാത്തവന്മാരെ. ഒരു പെണ്ണിനെയല്ല, ഒന്നിലധികം പെണ്ണുങ്ങളുടെ ജീവിതം നശിപ്പിച്ച് നാറാണത്താക്കി കുളം തോണ്ടിയിട്ട് വീണ്ടും കുളം തോണ്ടിക്കൊണ്ടിരിക്കുന്ന ഈ ടീംസിനെയൊന്നും എനിക്ക് ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് ആലോചിച്ചു നോക്ക്. ഇരുന്നൊന്ന് ആലോചിക്കുമ്പോൾ അണ്ണാവയുടെ സ്വഭാവമൊക്കെ കറക്റ്റായിട്ട് ആൾക്കാർക്ക് പിടികിട്ടും. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൻ പുതിയൊരു വീഡിയോ ആയിട്ടാണ്.